ബുദ്ധന്റെ കാലത്ത് സിദ്ധാരൻ എന്ന പേരുള്ളൊരു രാജകുമാരനുണ്ടായിരുന്നു. അവൻ വലിയൊരു സംഗീതജ്ഞനായിരുന്നു. പ്രത്യേകിച്ച് വീണ വായിക്കുന്നതിൽ അതീവ സമർത്ഥനായിരുന്നു. പിന്നീടവൻ കൊട്ടാരവും രാജഭോഗങ്ങളും ഉപേക്ഷിച്ച് ബുദ്ധന്റെ ശിഷ്യനായി മാറി. ബുദ്ധന്റെ സംഘത്തിൽ ചേർന്നതോടെ സിദ്ധാരൻ കഠിനമായ തപസ്സിലേക്ക് തിരിഞ്ഞു. മറ്റു സന്യാസിമാരെക്കാൾ ഏറെ കഠിനമായിരുന്നു അവന്റെ വ്രതങ്ങൾ. അവൻ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറച്ചു. എപ്പോഴും ധ്യാനത്തിൽ മുഴുകി. ശരീരം പൂർണ്ണമായി മെലിഞ്ഞുണങ്ങി. എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവൻ ആത്മീയമായ സമാധാനമോ ജ്ഞാനോദയമോ ലഭിച്ചില്ല. അവൻ മാനസികമായി തളർന്നു തുടങ്ങി. ഒരു ദിവസം ബുദ്ധൻ സിദ്ധാരന്റെ അരികിലേക്ക് നടന്നു ചെന്നു. വളരെ ശാന്തനായി ബുദ്ധൻ അവനോട് ചോദിച്ചു, സിദ്ധാര, നീ സന്യാസത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു മികച്ച സംഗീതജ്ഞനായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. അത് ശരിയാണോ? സിദ്ധാരൻ പറഞ്ഞു, അതേ ഭഗവാനെ, ഞാൻ വീണ നന്നായി വായിക്കുമായിരുന്നു. അപ്പോൾ ബുദ്ധൻ അവനോട് ഒരു ചോദ്യം ചോദിച്ചു, എങ്കിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ. നീ വീണയുടെ തന്ത്രികൾ വളരെ മുറുക്കി, ടു ടൈറ്റ് കെട്ടിയാൽ അതിൽ നിന്ന് മനോഹരമായ സംഗീതം പുറത്തുവരുമോ? സിദ്ധാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഭഗവാനെ, തന്ത്രികൾ അമിതമായി മുറുക്കിയാൽ അത് പൊട്ടിപ്പോകും, സംഗീതമുണ്ടാകില്ല. ബുദ്ധൻ വീണ്ടും ചോദിച്ചു, എന്നാൽ ആ തന്ത്രികൾ വളരെ അയച്ചാണ് കെട്ടുന്നതെങ്കിലോ? സിദ്ധാരൻ മറുപടി നൽകി, അപ്പോഴും സംഗീതമുണ്ടാകില്ല ഭഗവാനെ, അതിൽ നിന്നൊരു ശബ്ദവും പുറപ്പെടുകയില്ല. ബുദ്ധൻ മന്ദഹസിച്ചുകൊണ്ട് ചോദിച്ചു, പിന്നെ എപ്പോഴാണ് അതിൽ നിന്ന് മനോഹരമായ ആ നാദം പുറത്തുവരുന്നത്? സിദ്ധാരൻ പറഞ്ഞു, തന്ത്രികൾ അമിതമായി മുറുകുകയോ അമിതമായി അയയുകയോ ചെയ്യാതെ കൃത്യമായി മധ്യത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് മനോഹരമായ സംഗീതം ഉതിരൂ. അപ്പോൾ ബുദ്ധൻ അവനോട് പറഞ്ഞു, ഇതുതന്നെയാണ് ജീവിതത്തിൻ്റെയും അവസ്ഥ. നീ കൊട്ടാരത്തിൽ ജീവിച്ചപ്പോൾ തന്ത്രികൾ വളരെ അയഞ്ഞുകിടക്കുകയായിരുന്നു, അമിതമായ സുഖഭോഗങ്ങൾ. ഇപ്പോൾ നീ കഠിനമായ തപസ്സു ചെയ്യുമ്പോൾ തന്ത്രികൾ അമിതമായി മുറുകിയിരിക്കുന്നു, ശരീരത്തെ പീഡിപ്പിക്കൽ. രണ്ടവസ്ഥയിലും നീ ലക്ഷ്യത്തിലെത്തില്ല. ജീവിതത്തിൻ്റെ തന്ത്രികൾ കൃത്യമായി മധ്യത്തിൽ നിർത്തുക. അതാണ് മധ്യമമാർഗം. 1. മനസ്സെപ്പോഴും അറ്റങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ മനസ്സൊന്നുകിൽ അമിതമായ സുഖഭോഗങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് കഠിനമായ വൈരാഗ്യത്തിലേക്ക് പോകും. എന്നാൽ സത്യം ഈ രണ്ടറ്റങ്ങളിലുമല്ല, മറിച്ച് അതിൻ്റെ കൃത്യം നടുവിലാണ്. മധ്യത്തിൽ മനസ്സില്ലാതാകുന്നു. നിങ്ങളൊരു ക്ലോക്കിൻ്റെ പെൻഡുലം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിടത്തോട്ടും വലത്തോട്ടും മാറുമ്പോഴാണ് അതിന് ഊർജം കിട്ടുന്നത്. അത് കൃത്യം നടുവിൽ നിൽക്കുമ്പോൾ ക്ലോക്ക് നിശ്ചലമാകുന്നു. അതുപോലെ നമ്മുടെ മനസ്സ് രണ്ടറ്റങ്ങളിലേക്കും പോകാതെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ചിന്തകൾ അവസാനിക്കുകയും നമ്മൾ പരമമായ ശാന്തിയിലേക്കും എത്തുകയും ചെയ്യുന്നു. ഈ കഥയിലെ ഗുണപാഠം: 1. മധ്യമാർഗമാണ് മോക്ഷവഴി. ആത്മീയത എന്നാൽ ശരീരത്തെ പീഡിപ്പിക്കലോ സകല സുഖങ്ങളും ഉപേക്ഷിച്ച് കാട്ടിൽ പോയി കഠിനമായ തപസ്സു ചെയ്യലോ അല്ല എന്ന് ബുദ്ധൻ ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നു. അമിതമായ ഭൗതിക സുഖങ്ങൾ ആത്മാവിനെ ഉറക്കിക്കിടത്തുന്നു. എന്നാൽ കഠിനമായ വ്രതങ്ങളും ശരീരത്തെ വറ്റിച്ചു കളയുന്ന തപസ്സും അഹങ്കാരത്തിലേക്കോ മാനസിക തളർച്ചയിലേക്കോ നയിക്കുന്നു. യഥാർത്ഥ ആത്മീയത എന്നത് ഈ രണ്ടറ്റങ്ങൾക്കും നടുവിലുള്ള സമത്വഭാവമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും ഇതിനെ സമത്വം യോഗ ഉച്യതേ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എല്ലാ അവസ്ഥയിലും സമനില പാലിക്കുന്നതാണ് യോഗം. 2. ആത്മാവിൻ്റെ സംഗീതമുണരാൻ. നമ്മുടെ ശരീരവും മനസ്സും ചേർന്നതാണ് ഈ വീണ. ഭൗതികമായ ആഗ്രഹങ്ങളിലേക്ക് മനസ്സ് അമിതമായി അയഞ്ഞുപോയാൽ ഈ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ വരും. നേരെ മറിച്ച് ആത്മീയതയുടെ പേരിൽ നമ്മളെ തന്നെ അമിതമായി നിയന്ത്രിക്കാനും മുറുക്കാനും നോക്കിയാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. ജീവിതത്തിൻ്റെ തന്ത്രികൾ കൃത്യമായി സമനിലയിൽ വരുമ്പോൾ ബാഹ്യമായ കോലാഹലങ്ങൾക്കപ്പുറം ഉള്ളിലെ ആ പരമശാന്തിയിലേക്ക് നമുക്കുണരാം. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ.